നല്ല ആരോഗ്യഗുണമുള്ള ചീരയിലത്തോരൻ ഉണ്ടാക്കിയാലോ? നമ്മുടെ നാട്ടിൽ ഇതിന് വേലിച്ചീര എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇത് കഴുകിയെടുക്കണം നല്ലപോലെ തന്നെ. അതായത് ഇതിൽ ചിലന്തി വലയൊക്കെ കെട്ടാറുണ്ട്. അതുകൊണ്ട് നല്ല വൃത്തിയായി തന്നെ കഴുകിയെടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇലയും തണ്ടും ഒക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അതിനുശേഷം 2 പച്ചമുളകും സവോളയും ചേർത്ത് അരിഞ്ഞിടാം. കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ചീൻചട്ടി എടുത്തതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചീരയിലയും തേങ്ങയും ഒക്കെ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരുപാട് നേരം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം വീണ്ടും മൂടി മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ രീതിയിൽ വെള്ളമയമൊക്കെ ഉണ്ടാവും. അതൊന്ന് പറ്റിക്കിട്ടാനായിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. മൂടി തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചീരയിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.